ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽറസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര കമ്പം മുന്തിരിപ്പാടങ്ങളുണ്ടോ കേട്ടോ, അപ്പോൾ അത് കാണാനാണ്. അവിടെ ഞങ്ങളൊരു ഗ്രേപ്പ് ഫാം കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഓൾറെഡി ഗ്രേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. പല സ്റ്റേജസിലുള്ള മുന്തിരി കാണാം. ഇത് നോക്കിയേ കുഞ്ഞ്, മുന്തിരിയുടെ ഫ്ലവറാണ്. ഇതാണ് ഗ്രേപ്സ് ആവുക. ഇത് വലുതാകുമ്പോഴാണ് ഗ്രേപ്സ് ആവുന്നത്. ചേച്ചി ഇതൊക്കെ പഴുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും അല്ലേ? ഇനി 3 മാസം. ചാണകപ്പൊടി ആ തൊടാൻ പാടില്ലേ, കാണാൻ മാത്രം മതി. കമ്പന്തേനി അവിടെ മുന്തിരിപ്പാടമാണ്. മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കും, പഴുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ സാധനങ്ങളൊന്ന് മേടിക്കുകയും ചെയ്യാം. അതുപോലെ പിള്ളേർക്കൊക്കെ വന്ന് കാണിക്കാനും പറ്റുന്ന ഒരു സ്ഥലം. ഇത് ഏകദേശം 3 മാസവും ഇനിയും മൂപ്പത്തെണ്ണ പറയുന്നത്. പഴുക്കാൻ വേണ്ടി ഏകദേശം 3 മാസം ഇനി എടുക്കുന്ന പറയുന്നത്.
റേറ്റുകളും ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കി മേടിക്കാം. സാമ്പിൾ വയ്ക്കുന്നുണ്ട്, അത് നോക്കി മേടിക്കാം. അപ്പോൾ എല്ലാ സീസണിലും മുന്തിരി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്നൊരു സീസണിൽ മാത്രം എല്ലാ സീസണിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എപ്പോഴും മുന്തിരി ഉണ്ട്. പഴുത്ത മുന്തിരിയുണ്ട്, പഴുക്കാത്ത മുന്തിരികളുണ്ട്. എങ്ങനെയായാലും ഫ്രഷ് മുന്തിരി നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. കിലോയ്ക്ക് 100 രൂപയാണ് അവർ പറഞ്ഞത്. സാമ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാം. പുളിയുള്ളതും പുളിയില്ലാത്ത മുന്തിരികളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കമ്പത്താനി വഴി കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ ചാർജ് ഒന്നുമില്ല. നിങ്ങൾക്ക് വന്ന് കണ്ടുമ്പോൾ സാധനം മേടിക്കണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. നമ്മൾ അനാവശ്യമായിട്ട് അതൊന്ന് പ്ലക്ക് ചെയ്യരുത്, ഒന്നും പറിക്കരുത്. അത് നിർബന്ധമാണ്. നമുക്ക് കാണാം, ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം, എല്ലാം ചെയ്യാം. തേക്കടി വരുമ്പോൾ അവിടെ നിന്ന് വെറും ഏകദേശം ഒരു 10 കിലോമീറ്റർ 10-12 കിലോമീറ്റർ ആ റേഞ്ചിൽ